ഓരോ വിഷയങ്ങളെ കൊണ്ട് എനിക്കെന്താണ് ലാഭം എന്നതൊരു സത്യവിശ്വാസി ചിന്തിക്കും. ലാഭം എന്ന് പറഞ്ഞാൽ ദുന്യവിയായ ലാഭമല്ല, ഉഖ്റവിയായി എനിക്ക് അതിൽ എന്താണ് നേട്ടം എന്ന് ചിന്തിക്കുന്നവനാണ് സത്യവിശ്വാസി. ഏത് കർമ്മം ചെയ്യുമ്പോഴും അങ്ങനെയാണ്. ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആ നടത്തം കൊണ്ട് എനിക്ക് എൻ്റെ ആഖിറത്തിലേക്ക് എന്താ ഗുണം എന്ന് ചിന്തിക്കണം. എല്ലാം ആഖിറത്തിലേക്ക് ചിന്തിക്കാൻ പറ്റും. നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ വളരെ നിസ്സാരമായി കാണുന്ന ഒന്നാണ് നമ്മുടെ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞിട്ട് അത് കളയുക എന്ന് പറയുന്ന പരിപാടി, അല്ലേ? ബാത്റൂമിൽ പോകുന്ന പരിപാടി നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന സംഭവം. ആ സംഭവം പോലും ഒരു സത്യവിശ്വാസി എന്താ ചിന്തിക്കുക? എൻ്റെ വയറ്റിൽ അടിഞ്ഞുകൂടിയ ആ ഭക്ഷണത്തിൻ്റെ ബാക്കി വേസ്റ്റ്, അത് പുറന്തള്ളേണ്ട സംഭവങ്ങൾ പുറന്തള്ളിക്കഴിഞ്ഞാൽ എൻ്റെ ഇബാദത്തുകൾക്ക് മധുരമുണ്ടാവും, അല്ലേ? ആരോഗ്യം സ്റ്റഡിയായി നിൽക്കുമ്പോൾ എനിക്ക് മറ്റുള്ള ക്ഷീണങ്ങൾ ഉണ്ടാവില്ല, തടി ക്ഷീണിച്ചു പോവില്ല. അങ്ങനെ വരുമ്പോൾ എനിക്ക് നല്ല ഇബാദത്ത് ചെയ്യാൻ പറ്റും. ആഖിറത്തിലേക്ക് എനിക്കത് ഗുണമാണ്, ലാഭമാണ്. നല്ലൊരു വസ്ത്രം ധരിക്കുമ്പോൾ, ഇബാദത്ത് ചെയ്യുമ്പോൾ വസ്ത്രവും പരിസരവും എൻ്റെ ശരീരമൊക്കെ വൃത്തിയാവുമ്പോൾ ഇബാദത്തിൻ്റെ ഒരു മധുരം വർദ്ധിക്കും. അതും ആഖിറത്തിലേക്കുള്ള ഗുണമാണ്. എന്നിങ്ങനെ എല്ലാം അങ്ങനെയാണ് ഒരു സത്യവിശ്വാസി. അപ്പോൾ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരിച്ച വ്യക്തിയിലൂടെ എൻ്റെ ആഖിറത്തെ ഞാൻ എങ്ങനെ സംരക്ഷിക്കും എന്നാണ് ഒരു സത്യവിശ്വാസി ചിന്തിക്കുക. മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അയാളുടെ മരണത്തിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ അയാൾ മരിച്ചത് എങ്ങനെയാണ്, അയാളുടെ അവസ്ഥ എന്താണ്, ഇപ്പം അയാൾ എന്തായിരിക്കും, ഇത് ചിന്തിക്കുന്നതിന് പകരം ഞാൻ ഇതേ അവസ്ഥയിലേക്ക് നീങ്ങേണ്ടവനാണ്, എൻ്റെ അവസ്ഥ എന്താകും എന്ന് ചിന്തിക്കുകയാണ് സത്യവിശ്വാസിന്റെ പണി. അത് ചിന്തിക്കുമ്പോൾ അവൻ ആഖിറത്തിലേക്ക് അവൻ്റെ ചിന്ത കടന്നുപോയി.